യുക്രൈൻ പ്രധാനമന്ത്രി വ്ളാഡിമിർ സെലൻസ്കി രാജ്യത്ത് നിരവധി പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ അവയെല്ലാം യഥാർത്ഥത്തിൽ പാളിപ്പോവുകയാണ്. അമേരിക്കയെ മുന്നിൽ കണ്ട് റഷ്യയുമായി അംഗത്തിനിറങ്ങി. അവസാനം സ്വന്തം രാജ്യത്തിന്റെ സേനാകരുത്ത് തകർന്നുവെന്ന് തുറന്ന് സമ്മതിക്കേണ്ടി വന്നു. യുക്രൈൻ ഭരണാധികാരിയേക്കാൾ ഗതികെട്ട ഒരു നേതാവ് ലോകത്തുണ്ടാവില്ല എന്നും പറയാം. ഈ സംഭവം യാഥാർത്ഥ്യമാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതിനാൽ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാതെ ഇപ്പോൾ സെലൻസ്കി തന്നെ എല്ലാം തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. സൈനികരുടെ ഇടയിൽ യുദ്ധസമ്മർദ്ദം കാര്യമായി വർദ്ധിച്ചുവെന്നായിരുന്നു. ഇതിനെ തുടർന്ന് 2024 സൈന്യത്തിൽ നിന്ന് നിരവധി പേർ ഒഴിഞ്ഞുപോയെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. ഇതിനെ തുടർന്നായിരുന്നു തങ്ങളുടെ സേനാകര്യത്തിൽ കുറവ് വന്നതായും സെലൻസ്കി സമ്മതിച്ചത്. റഷ്യൻ സൈന്യം ഡോൺബാസിൽ തങ്ങളുടെ മുന്നേറ്റം ശക്തമാക്കുകയും ചെയ്തു. യുക്രൈൻ സൈനികർ അവധിയില്ലാതെ മാസങ്ങളോളം യുദ്ധമുഖത്ത് തന്നെ തുടരേണ്ട സാഹചര്യം നിലനിന്നിരുന്നു. പിന്നീട് സൈനിക സേവനങ്ങൾ അവസാനിപ്പിക്കാൻ യുക്രൈൻ സൈനികർ തീരുമാനം എടുത്തതായി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. കഴിഞ്ഞ നവംബറിൽ 10,000 യുക്രൈൻ പട്ടാളക്കാർക്കെതിരെ ഔദ്യോഗികമായി ഒളിച്ചോടിയതിന് കുറ്റം ചുമത്തിയതായ തരത്തിലും വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ യഥാർത്ഥ കണക്ക് പുറത്തു വന്നതിനേക്കാൾ ഇരട്ടിയാണെന്നാണ് സൂചനകൾ. വ്യാഴാഴ്ച നടന്ന ഒരു ചാനൽ അഭിമുഖത്തിലായിരുന്നു സെലൻസ്കി ഈ വിഷയം പരസ്യമായി അംഗീകരിച്ചത്. കഴിഞ്ഞ വർഷം യുക്രൈൻ സൈനികരുടെ ഒളിച്ചോട്ടം വളരെ ഉയർന്ന തോതിലായിരുന്നുവെന്നും അദ്ദേഹം തന്റെ അഭിമുഖത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. എന്നാൽ ശരത്കാലത്ത് സൈനികരുടെ ഒളിച്ചോട്ടം കുറവായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2024 സൈനികർ ഔദ്യോഗിക അനുമതി ഇല്ലാതെ ലീവ് എടുക്കുന്ന കേസുകൾ കൂടിയതായും എന്നാൽ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഈ എണ്ണത്തിൽ കുറവ് വന്നതായും സെലൻസ്കി പറഞ്ഞു. ഒരു നീണ്ട യുദ്ധമാണ് യഥാർത്ഥത്തിൽ നടക്കുന്നതെന്നും തങ്ങളുടെ സൈനികർ സഹിഷ്ണുത കാണിക്കുന്നുണ്ടെന്നും സെലൻസ്കി പറഞ്ഞിരുന്നു. എന്നാൽ യാഥാർത്ഥ്യം എന്തെന്നാൽ യുക്രൈന്റെ സൈനികർ ഇതിനോടകം തന്നെ ജീവൻ ഭയന്ന് ഒളിച്ചോടുകയാണ് എന്നതാണ്. റഷ്യയെ എതിരിടാൻ യുക്രൈന് കരുതൽ ശേഖരമില്ല എന്നും സെലൻസ്കി വ്യക്തമാക്കി. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് സൈന്യത്തിലെ ഉയർന്ന തോതിലുള്ള ഒളിച്ചോട്ടത്തിന്റെ ഒരു പ്രധാന കാരണം സൈന്യത്തിൽ അവരുടെ ജോലിയിൽ ഉണ്ടാകുന്ന സമ്മർദ്ദമാണെന്നായിരുന്നു. അവരുടെ ജോലി ഏകീകരിച്ച് നൽകുന്നില്ല എന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇതിനൊരു പരിഹാരം എന്ന നിലയിലാണ് ചില സൈനികർ തങ്ങളുടെ സൈനിക സേവനം മതിയാക്കി സൈനിക ക്യാമ്പുകളിൽ നിന്ന് പ്രധാനമായും ഒളിച്ചോടുന്നത്. ഒളിച്ചോട്ടത്തെയാണ് തങ്ങളുടെ ആശ്വാസത്തിനുള്ള ഏക മാർഗമായി ഇവർ കണക്കാക്കുന്നത്. അവസാനം യുക്രൈൻ ഭരണകൂടം തന്നെ പ്രശ്നം പരിഹരിക്കുന്നതിനായി രംഗത്തിറങ്ങുകയായിരുന്നു. 2024 ജനുവരി 1 ഡ്യൂട്ടിയിൽ തിരിച്ചെത്തിയ സൈനികരുടെ ആദ്യ തവണ ഒളിച്ചോട്ടൽ കുറ്റകരമല്ലാതാക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പേരിൽ ആർക്കും തന്നെ ശിക്ഷകളോ പിഴയോ ചുമത്തുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ യുക്രൈൻ മുന്നോട്ട് വെച്ച ചില വ്യവസ്ഥകൾ പ്രശ്നത്തെ കൂടുതൽ പ്രതിസന്ധിയിൽ ആക്കുകയാണ് ചെയ്തത്. സൈനിക സേവനത്തിനുള്ള പ്രായം കുറയ്ക്കുകയും അംഗവൈകല്യമുള്ളവരെയും അനാരോഗ്യരെയും അടക്കം സൈന്യത്തിലേക്ക് തള്ളിക്കയറ്റുകയും ചെയ്യുകയുണ്ടായി. പിന്നീട് അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയിലായി എത്തിച്ചേർന്നു. മറുവശത്ത് നിലനിൽക്കുന്നത് റഷ്യൻ വാതക വിതരണത്തെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് വീണ്ടും പ്രതിസന്ധിയിൽ 1,30,000 യുക്രൈനിയൻ അഭയാർത്ഥികൾക്കുള്ള സാമ്പത്തിക സഹായം വെട്ടിക്കുറയ്ക്കുമെന്നും സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോ യുക്രൈന് നേരെ ഭീഷണി ഉയർത്തിയത്. യുക്രൈൻ യഥാർത്ഥത്തിൽ റഷ്യൻ വാതകം യൂറോപ്പിലേക്ക് കൊണ്ടുപോയിരുന്ന പ്രധാന മാർഗമാണ്. നീണ്ട 5 വർഷത്തെ കരാർ യുക്രൈൻ പുതുക്കാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വഴി നിർത്തലാക്കേണ്ട സാഹചര്യം വന്നത്. സ്ലോവാക്യ വാതകം എത്തിക്കുന്ന പ്രധാന എൻട്രി കൂടിയാണ്. ആഗോളതലത്തിൽ 6,81,390 യുക്രൈൻ അഭയാർത്ഥികളിൽ 1,30,530 യുക്രൈൻ അഭയാർത്ഥികൾ സ്ലോവാക്യയിൽ ഉണ്ടെന്ന് UN അഭയാർത്ഥി ഏജൻസി കഴിഞ്ഞ മാസം പുറത്തിറക്കിയ കണക്കുകളിൽ നിന്നും വ്യക്തമായിരുന്നു. യുക്രൈൻ വഴിയുള്ള ഗ്യാസ് ട്രാൻസാക്ഷൻ നിന്നിരുന്നു. ഇതിനെ തുടർന്ന് രാജ്യത്ത് ഇപ്പോൾ ട്രാൻസ്മിറ്റ് ഫീസിൽ ദശലക്ഷക്കണക്കിന് യൂറോയാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. ഇതിന് പ്രതികാരമായിട്ടാണ് യുക്രൈൻ ഇപ്പോൾ കിട്ടിയ ഈ തിരിച്ചടിയെന്നും പറയാം. പുടിനുമായി നേരത്തെ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഫിക്കോ യുക്രൈന്റെ നടപടികളെ നശിപ്പിക്കുകയെന്നാണ് വെളിപ്പെടുത്തിയിരുന്നത്. യുക്രൈനിലേക്കുള്ള വൈദ്യുതി കയറ്റുമതി നിർത്തലാക്കുവാനും സ്ലോവാക്യയിൽ അഭയം കണ്ടെത്തിയ യുക്രൈനിയക്കാർക്ക് സാമ്പത്തിക സഹായം കുത്തനെ കുറയ്ക്കാനും താൻ നിർദ്ദേശിക്കുമെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. സ്ലോവാക് ആഭ്യന്തരമന്ത്രി മാറ്റൂസ് സുതാജ് എസ്റ്റോക്ക് തങ്ങളുടെ പ്രദേശത്തു കൂടിയുള്ള റഷ്യൻ വാതക ഗതാഗതം നിർത്താനുള്ള യുക്രൈന്റെ തീരുമാനത്തെ ശക്തമായി അപലപിക്കുകയുണ്ടായി. ഇത് വിശ്വാസവഞ്ചന എന്നും യൂറോപ്യൻ ഊർജ്ജ സ്ഥിരതയ്ക്ക് ഭീഷണിയാണെന്ന് മുദ്രകുത്തുകയും ചെയ്തു. സ്ലോവാക്യയുടെ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ യൂറോപ്യൻ ഊർജ്ജ സുരക്ഷ സംബന്ധിച്ച് യുക്രൈന്റെ തീരുമാനത്തിന്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സുതാജ് എസ്റ്റോക്കിന്റെ ആശങ്കകൾ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നേരത്തെ തന്നെ ബദൽ ക്രമീകരണങ്ങളെല്ലാം നടത്തിയതുകൊണ്ട് തന്നെ സ്ലോവാക്യയ്ക്ക് ഗ്യാസിന് ക്ഷാമമൊന്നും നേരിടേണ്ടി വരികയില്ല. അതിനാൽ അവിടെയും സെലൻസ്കിക്ക് പ്രതിസന്ധിയാണെന്ന് പറയാം. മാത്രമല്ല യുക്രൈനിലെ വൈദ്യുതി കേന്ദ്രങ്ങളിലേക്കുള്ള റഷ്യയുടെ തുടർച്ചയായ ആക്രമണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ യുക്രൈനിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുമെന്ന സ്ലോവാക്യയുടെ ഭീഷണിയും ഉയർന്നു.
ഉയർന്നിരുന്നു. പ്രതിരോധ പ്രവർത്തനങ്ങളും അതുപോലെ പ്രത്യാക്രമണങ്ങളും ഒക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്കിലും എല്ലാ വശത്തു നിന്നും വരുന്ന വെല്ലുവിളികളെല്ലാം കൂടി താങ്ങാൻ ഇനി സെലൻസ്കിക്ക് കഴിയില്ല എന്നതാണ് നിലനിൽക്കുന്ന യാഥാർത്ഥ്യം. സാമ്പത്തികപരമായും അതുപോലെ സൈനികപരമായും ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന യുക്രൈന് അടിയറവ് പറയാനല്ലാതെ മറ്റൊരു മാർഗമില്ലെന്നും പറയാം. നിലം പതിക്കാൻ പോകുന്നതിന് മുമ്പ് എന്തൊക്കെ നടപടികളാണ് സെലൻസ്കി നേതൃത്വം ഇനി കാണിക്കുക എന്നതാണ് ലോകം മുഴുവൻ ഇപ്പോൾ വീക്ഷിക്കുന്നത്.